ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. നമസ്കാരം. UGC നെറ്റ് അറബിക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 19-ാം നൂറ്റാണ്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനായ സിദ്ദീഖ് ഹസൻ ഖാൻ അൽ ഖനൂജിയെക്കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് എന്ന് പറയാവുന്ന അബ്ജദ് അൽ ഉലൂം എന്ന പുസ്തകത്തെക്കുറിച്ചും നമ്മൾ വിശദമായിട്ട് നോക്കും. ഇത് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു സാധാരണ പുസ്തകമല്ല. ഇസ്ലാമിക വിജ്ഞാനങ്ങളെയും കലകളെയും കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് എൻസൈക്ലോപീഡിയ, ഒരു വിജ്ഞാനകോശമാണിത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, അറിവിന്റെ ഒരു വലിയ ലോകം തന്നെ ഒരൊറ്റ പുസ്തകത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിക പാണ്ഡിത്യത്തിന്റെ ചരിത്രത്തിൽ ഇതൊരു നാഴികക്കല്ലായി കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മഹത്തായ പുസ്തകത്തെയും അതിന്റെ കർത്താവിനെയും മനസ്സിലാക്കാൻ നമുക്കൊരു ചെറിയ യാത്ര പോകാം. ആദ്യം ആരായിരുന്നു ഈ സിദ്ദീഖ് ഹസൻ ഖാൻ എന്ന് നമ്മൾ പരിചയപ്പെടും. പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ച ഭോപ്പാലിലേക്കുള്ള യാത്രയെക്കുറിച്ച് സംസാരിക്കും. അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കൂ. അവസാനം അബ്ജദ് അൽ ഉലൂം എന്ന ഈ അത്ഭുത ഗ്രന്ഥത്തിന്റെ ഘടനയിലേക്ക് നമുക്ക് ആഴത്തിലിറങ്ങിച്ചെല്ലാം. എല്ലാവരും റെഡിയല്ലേ? ഏതൊരു വലിയ സൃഷ്ടിക്ക് പിന്നിലും ശരിക്കും പ്രചോദനം നൽകുന്നൊരു ജീവിതമുണ്ടാകും. സിദ്ദീഖ് ഹസൻ ഖാന്റെ കാര്യത്തിലും അതങ്ങനെ തന്നെയാണ്. ഒരു അനാഥനായി വളർന്ന കുട്ടി എങ്ങനെയാണ് പിൽക്കാലത്ത് വലിയൊരു പണ്ഡിതനും ഒരു നാട്ടുരാജ്യത്തിന്റെ ഭരണാധികാരിയുമായി മാറിയത് എന്ന ആവേശകരമായ കഥയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില അടിസ്ഥാന വിവരങ്ങൾ നോക്കൂ. അദ്ദേഹത്തിന്റെ പരമ്പര പ്രവാചക കുടുംബത്തിലേക്കെത്തുന്നുണ്ട്. പക്ഷേ പരീക്ഷയുടെ ഗ്ലനാതോക്കിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഷാ വലിയുല്ല ദഹ്ലവിയുടെ പണ്ഡിത കുടുംബവുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു ബൗദ്ധിക ബന്ധമാണ്. ആ ഒരു ബന്ധം അദ്ദേഹത്തിന്റെ ചിന്തകളെയും എഴുത്തിനെയും ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതം ശരിക്കും ഒരു സിനിമ കാണുന്നതുപോലെയാണ്. ഈ ടൈംലൈൻ ഒന്ന് ശ്രദ്ധിക്കൂ. 6-ാമത്തെ വയസ്സിൽ അനാഥനാവുന്നു. പിന്നീട് ജീവിതം തേടി ഭോപ്പാലിലേക്കൊരു യാത്ര. ഒടുവിൽ വിവാഹങ്ങളിലൂടെ അധികാരത്തിന്റെ ഏറ്റവും മുകളിലെത്തുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഓരോ ഘട്ടവും എത്രമാത്രം നിർണായകമായിരുന്നുവെന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റിലേക്ക് വരാം. ഭോപ്പാലിലേക്കുള്ള യാത്ര. ഈ ഒരൊറ്റ യാത്ര എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ തലവിധി തന്നെ മാറ്റിയെഴുതിയതെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. വാളുകൊണ്ടായിരുന്നില്ല, മറിച്ച് പേന കൊണ്ടായിരുന്നു അദ്ദേഹം മുന്നേറിയത്. ആദ്യം തന്നെ തന്റെ അറിവും കഴിവും ഉപയോഗിച്ച് അന്നത്തെ ഭരണാധികാരിയായിരുന്ന സിക്കന്ദർ ജഹാൻ ബേഗത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. അതിനുശേഷം നടന്ന 2 നിർണായകമായ വിവാഹങ്ങളിലൂടെ അദ്ദേഹം ഭോപ്പാലിന്റെ നവാബായി മാറി. അറിവ് എങ്ങനെ അധികാരത്തിലേക്കുള്ളൊരു താക്കോലായി മാറാമെന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണിത്. എന്നാൽ ഈ രാഷ്ട്രീയ അധികാരങ്ങൾക്കപ്പുറം സിദ്ദീഖ് ഹസൻ ഖാന്റെ യഥാർത്ഥ ലോകം പുസ്തകങ്ങളുടേതായിരുന്നു. മഷികൊണ്ട് അദ്ദേഹം പടുത്തുയർത്തിയ ആ വലിയ സാമ്രാജ്യത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. അദ്ദേഹത്തെ ഒരു വൺമാൻ ലൈബ്രറി എന്ന് വേണമെങ്കിൽ പറയാം. ഖുർആൻ, ഹദീസ്, ചരിത്രം, ഭാഷ, അങ്ങനെ അദ്ദേഹം കൈവെക്കാത്ത മേഖലകളില്ല എന്ന് തന്നെ പറയാം. ഒരുപാട് ഗ്രന്ഥങ്ങളിലൂടെ അദ്ദേഹം തന്റെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാളായി മാറി. ഈ ലിസ്റ്റ് ഒന്ന് നോക്കൂ. ഇതിലെ ആ വൈവിധ്യമാണ് നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നത്. ഒരു വശത്ത് ഖുർആൻ വ്യാഖ്യാനമായ ഫത്ഹുൽ ബയാൻ, മറുഭാഗത്ത് ഹദീസ് വ്യാഖ്യാനമായ അസ്സിറാജുൽ വഹാജ്. ഈ പേരുകളൊക്കെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇത് അദ്ദേഹത്തിന്റെ അറിവ് എത്രത്തോളം വിശാലമായിരുന്നു എന്ന് കൃത്യമായി കാണിച്ചു തരുന്നു. ഇനി നമ്മൾ എത്തുന്നത് അദ്ദേഹത്തിന്റെ കിരീടത്തിലെ പൊൻതൂവൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും മഹത്തായ കൃതിയിലേക്കാണ്. അബ്ജദ് അൽ ഉലൂം. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ വിജ്ഞാനങ്ങളുടെ ABCD എന്നൊക്കെ അർത്ഥം വരുന്ന ഈ ഗ്രന്ഥം അറിവിന്റെ ലോകത്തേക്കുള്ള ഒരു കംപ്ലീറ്റ് ഗൈഡാണ്. അപ്പോ ഈ ഗ്രന്ഥത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഈ ഒരൊറ്റ വാചകം അത് വ്യക്തമാക്കുന്നുണ്ട്. ശാസ്ത്രം, കല, ഇസ്ലാമിക പഠനങ്ങൾ, ചരിത്രം, പ്രമുഖ പണ്ഡിതന്മാരുടെ ജീവചരിത്രങ്ങൾ, അങ്ങനെ അറിവിന്റെ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളെയും ലളിതമായി എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുക. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കണം, അദ്ദേഹം ഇത് ഒന്നുമില്ലായ്മയിൽ നിന്നുണ്ടാക്കിയതല്ല. അതാണിതിലൊരു പ്രധാനപ്പെട്ട പോയിന്റ്.
അദ്ദേഹം മുൻകാലങ്ങളിലെ മഹാരഥന്മാരായ പണ്ഡിതരുടെ തോളിൽ നിന്നുകൊണ്ടാണ് സംസാരിച്ചത്. അൽഫാറാബിയെയും അൽഖ്വാരിസ്മിയെയും പോലുള്ളവരുടെ പഴയ വിജ്ഞാനകോശങ്ങളിൽ നിന്ന് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ സ്വീകരിക്കുകയും അതിനെ വികസിപ്പിക്കുകയുമാണ് ചെയ്തത്. ഇത്രയും വലിയൊരു പുസ്തകം ഇതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക, അല്ലേ? അതിനുള്ള എളുപ്പവഴി അതിന്റെ ഘടന മനസ്സിലാക്കുക എന്നതാണ്. ഈ പുസ്തകത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിലെ ഉള്ളടക്കം ഓർത്തുവെക്കാൻ വളരെ എളുപ്പമാണ്. അപ്പം നമുക്ക് അതിന്റെ സ്ട്രക്ചറിലേക്ക് കടക്കാം. ഈ വലിയ വിജ്ഞാനകോശത്തെ അദ്ദേഹം 3 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് അൽ വശുൽ മർഹൂം, രണ്ടാമത്തത് അസ്സഹാബുൽ മർഹൂം, മൂന്നാമത്തത് അർ റഹീഖുൽ മക്തൂം. ഓരോ ഭാഗത്തിനും അതിൻ്റേതായ പേരും വ്യക്തമായ ഒരു ലക്ഷ്യവുമുണ്ട്. ഇതില് ആദ്യത്തെ ഭാഗമായ അൽ വശുൽ മർഹൂമിന് നമ്മൾ ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. കാരണം ഇതാണ് പുസ്തകത്തിന്റെ ഫൗണ്ടേഷൻ, അതിന്റെ അടിത്തറ. അറിവെന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെ എങ്ങനെയൊക്കെ തരംതിരിക്കാം, എങ്ങനെ പഠിക്കാം തുടങ്ങിയ തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് 6 അധ്യായങ്ങളുള്ള ഈ ഭാഗത്താണ്. ഈ ടേബിൾ കണ്ടില്ലേ, ഇത് ആ ആദ്യ ഭാഗത്തിലെ 6 അധ്യായങ്ങളുടെ ഒരു സമ്മറിയാണ്. ഇത് നോക്കിയാൽ പുസ്തകത്തിന്റെ ഒരു ലോജിക്കൽ ഫ്ലോ നമുക്ക് കിട്ടും. അറിവിന്റെ നിർവചനത്തിൽ തുടങ്ങി പുസ്തകങ്ങളുടെ ഉത്ഭവം, എഴുത്തുകാർ എന്നിങ്ങനെ അവസാനം എഴുത്തിന്റെയും സംസാരത്തിന്റെയും ശൈലികളെക്കുറിച്ച് വരെ അദ്ദേഹം ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. ഇതൊരു നല്ല സ്റ്റഡി ഗൈഡാണ്. അപ്പോൾ ബാക്കി 2 ഭാഗങ്ങളുടെ ജോലി എന്താണ്? അത് ഈ സ്ലൈഡിൽ വളരെ സിമ്പിളായി പറയുന്നുണ്ട്. അസ്സാബുൽ മർക്കൂം എന്ന 2ാമത്തെ ഭാഗം പലതരം വിജ്ഞാനശാഖകളെക്കുറിച്ചും അതിന്റെ കാറ്റഗറികളെക്കുറിച്ചും സംസാരിക്കുന്നു. അതേസമയം റഹീഖുൽ മക്തൂം എന്ന 3ാമത്തെ ഭാഗം ആ വിജ്ഞാനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച മഹാന്മാരായ പണ്ഡിതന്മാരുടെ ജീവചരിത്രങ്ങൾ നൽകുന്നു. അപ്പോൾ ഒന്ന് വിജ്ഞാനത്തെക്കുറിച്ചും മറ്റൊന്ന് ആ വിജ്ഞാനികൾ ആരായിരുന്നു എന്നതിനെക്കുറിച്ചും പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ അബ്ജദ് അൽ ഉലൂം എന്നത് വെറുമൊരു പുസ്തകമല്ല. അത് സിദ്ദീഖ് ഹസൻ ഖാൻ എന്ന പണ്ഡിതന്റെ അതിവിശാലമായ അറിവിന്റെയും അദ്ദേഹത്തിന്റെ വലിയ ബൗദ്ധിക സ്വപ്നങ്ങളുടെയും ഒരു നേർസാക്ഷ്യമാണ്. ഇതെല്ലാം നമ്മളെ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്കാണ് എത്തിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതിയ 19ാം നൂറ്റാണ്ടിലെ ഒരു വിജ്ഞാനകോശത്തിന് ഇന്നത്തെ ഈ ഡിജിറ്റൽ ലോകത്തുള്ള ഒരു ഗവേഷകന് എന്ത് പ്രയോജനം നൽകാൻ കഴിയും? ഈയൊരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതരുന്നു. നിങ്ങളുടെ പഠനത്തിന് എല്ലാവിധ ആശംസകളും. അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.